അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുഅ്മിനിൻ്റെ ഖൽബിൽ ഒരിക്കൽ പോലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ഹസദ്, അസൂയ എന്നുള്ളത്. അത് നമ്മെ നശിപ്പിക്കുന്നതാണ്. ഒരാൾ നമ്മളെക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തോ ഒരു ചൊരിച്ചൽ ഉണ്ടാവുക, അതാണ് യഥാർത്ഥത്തിൽ ഹസദ് എന്നുള്ളത്. ഈ ഹസദ് ഉണ്ടാകുമ്പോൾ നാം എത്ര വലിയ ഇബാദത്തുള്ളവരാണെങ്കിലും എത്ര വലിയ നന്മകൾ ചെയ്തവരാണെങ്കിലും അതോടുകൂടെ നമ്മുടെ സ്ഥാനം കുറയുകയാണ്. നാം നാശത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ദേശത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു ഹസദ് ചെയ്യുന്നവൻ, അവൻ ഹസദ് കാണിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന 5 നാശങ്ങൾ ബഹുമാനപ്പെട്ടവർ വിവരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നാം അത് ശ്രദ്ധിക്കുന്നില്ല, അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുന്നില്ല. ഒന്നാമത്തെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, തർക്കുർ റിളാ ബിൽ ഖളാഇ. ഹസദ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അള്ളാഹു നല്ലത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ഉയർച്ച കാണുമ്പോൾ നമുക്ക് ചൊറിച്ചൽ വരിക എന്നുള്ളതാണല്ലോ. അപ്പം അയാളെ അള്ളാഹു ഉയർത്തിയതാണ്, അയാളെ ആ സ്ഥാനം നൽകിയത് അള്ളാഹുവാണ്. അങ്ങനെ അയാളെ നേട്ടങ്ങളൊക്കെയും റബ്ബാണ്. അപ്പം റബ്ബിൻ്റെ ഒരു ഖളാ ആണ് അവിടെ നടന്നത്. അപ്പം റബ്ബിൻ്റെ ഖളാഇനോട് നമ്മൾ ഹസദ് കാണിച്ചതുപോലെ അയാളോടല്ല നമ്മളാണ് ഹസദ് കാണിക്കുന്നത്. റബ്ബ് കൊടുത്തത് ശരിയായില്ല എന്നൊരു ചിന്തയിലേക്കാണ് നാം പോയി പോകുന്നത്. അതാ ഇറാദത്തു ലിദ്ദുമാ ഹക്കമുല്ലാഹു. രണ്ടാമതായി പറയുന്നത്, അള്ളാഹു അങ്ങനെയല്ല ഉദ്ദേശിക്കേണ്ടിയിരുന്നത്, അള്ളാഹു ആ ഉദ്ദേശിച്ചത് ശരിയായില്ല എന്നാണ് ഒരു ഹസദ് നടത്തുന്നവൻ ചിന്തിക്കുന്നതിലൂടെ വരുത്തി തീർക്കുന്നത്. അതാണ്, അങ്ങനെ തന്നെയാണല്ലോ. അതായത് ഒരാളെ ഉയർച്ച കാണുമ്പോൾ നാം ഹസദ് വെക്കുക എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നെന്താ, അതെ, ആ വിധിച്ചത് ശരിയായില്ല. രണ്ടാമത്, അള്ളാഹു അങ്ങനെയല്ല വിധിക്കേണ്ടത്, അള്ളാഹു ഇങ്ങനെയാണ് വിധിക്കേണ്ടിയിരുന്നു എന്ന് അള്ളാഹുവിനെ പഠിപ്പിക്കാൻ പോവാണ്. അള്ളാഹുവിൻ്റെ ആ ഖളാഇൽ തൃപ്തിയില്ലാതെ ആയി പോവുകയാണ്. ഒരിക്കലും ഒരു മുഅ്മിൻ അങ്ങനെയല്ലല്ലോ. അള്ളാഹുവിൻ്റെ ഏത് തീരുമാനം, അള്ളാഹുവിൻ്റെ ഏത് ഖളാഉം തൃപ്തിപ്പെടുന്നവനാണല്ലോ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ. അതെന്താണെങ്കിലും, അത് ഷർറാണെങ്കിലും ഖൈറാണെങ്കിലും റബ്ബിൻ്റെ തീരുമാന പ്രകാരമാണ്. ആർക്ക് എന്ത് എത്ര എവിടെ എങ്ങനെ കൊടുക്കണമെന്ന്, എങ്ങനെ കൊടുത്താലേ അത് ഉപകാരമെന്ന് റബ്ബിനാണ് അറിയാം, നമുക്കറിയില്ല. അതുകൊണ്ട് ഒരിക്കലും റബ്ബ് നൽകിയതിൽ നാം ഇങ്ങനെ ചൊരിച്ചൽ കാണിക്കുമ്പോൾ അത് റബ്ബിൻ്റെ ഹുക്കുമിനോട്, റബ്ബിൻ്റെ ഖളാഇനോടാണ് നാം ഹസദ് വെക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, മൂന്നാമതായി ആ ഹസദ് കാണിക്കുന്നവന്റെ ഖൽബിലുണ്ടാകുന്ന ഒരു വിഷയമാണ്, അതെങ്ങനെങ്കിലും ഒന്ന് ഇല്ലാതായി പോകണം. അതായത് റബ്ബ് അയാൾക്ക് നൽകിയ ഒരു നന്മ, ഒരു കൂട്ടുകാർക്ക് ഒരു നന്മ കിട്ടിയപ്പോൾ അത് എങ്ങനെങ്കിലും ഇല്ലാതെ ആയി പോകണമെന്ന് ഇങ്ങനെ നാം കൊതിച്ചു പോവുകയാണ്. അല്ലാത്തൊരു മോശപ്പെട്ടൊരു വിഷയമാണ്. ഒരിക്കലും പോലും ഒരു മുഅ്മിൻ അങ്ങനെ കൊതിച്ചു പോകരുത്, അങ്ങനെ ചിന്തിച്ചു പോകരുത്. അവനെന്നും ആഗ്രഹിക്കേണ്ടത് എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരുത്തണേ എന്നാണ്. അതേ, നാം നമ്മുടെ കൂട്ടുകാർക്ക് ഒരു നല്ലത് കിട്ടുമ്പോൾ, ഒരു നല്ല നിഅമത്ത് അവരെ ജീവിതത്തിൽ കാണുമ്പോൾ ഹസദ് കാണിക്കാമെന്ന് പറയുമ്പോൾ അതെന്താ അതിൻ്റെ ഉദ്ദേശം? അതെ, അതൊന്ന് നീങ്ങിക്കിട്ടണം, അതൊന്ന് പോയി കിട്ടണം, അവനൊന്ന് പാവപ്പെട്ടവനായി അവനൊന്ന് വിഷമിക്കുന്നത് കാണണം. ഇതാണ് നമ്മുടെ സന്തോഷം. എന്തൊരു മോശപ്പെട്ടൊരു ചിന്തയാണ് ഹാസിദീങ്ങൾ, ഹസദ് കാണിക്കുന്നവർ ചിന്തിക്കുന്നത്. പിന്നൊരു വിഷയമാണ്, ഒരിക്കലും പോലും ഹസദ് കാണിക്കുന്നവൻ ഒരിക്കൽ പോലും സന്തോഷത്തിൽ ഉണ്ടാവുകയില്ല. എന്നും അവൻ വേജാരിലായിരിക്കും. ഇത് വല്ലാത്തൊരു വിഷയമാണ്. എന്താണ്, നമ്മൾ ഒരു ഹാസിദീങ്ങളാണെങ്കിൽ, നാം ഒരു ഹസദ് കാണിക്കുന്നവരാണെങ്കിൽ എന്നും നമുക്ക് ടെൻഷനായിരിക്കും.
എന്നും ബേജാറായിരിക്കും. കാരണം നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർക്കൊക്കെ റബ്ബ് കൊടുക്കുമല്ലോ. നാം എന്ത് വിചാരിച്ചാലും നാം എങ്ങനെ തീരുമാനിച്ചാലും റബ്ബ് തീരുമാനിച്ചത് അവൻ നടപ്പിലാക്കുമല്ലോ. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഉയർന്നൊക്കെ വരുമ്പോൾ എന്നും അത് ഇങ്ങനെ കാണുകയായിരിക്കും. അപ്പോൾ എന്നും നമ്മൾ ഇങ്ങനെ ബേജാറാവുകയായിരിക്കും. അപ്പം നമുക്കൊരിക്കലും പോലും നമ്മൾക്ക് സന്തോഷമുണ്ടാവില്ല. നമ്മുടെ കൽബെന്നും ഇങ്ങനെ ചൊറിച്ചിലായിരിക്കും, എന്നും ബേജാറിലായിരിക്കും എന്നുള്ളൊരു ഗൗരവം നാം ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഹസദ് കാണിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു മോശപ്പെട്ട വിഷയമാണ്. ഒരിക്കലും പോലും അത്തരത്തുള്ള ചിന്തകൾ, അത്തരത്തുള്ള ആ മോശപ്പെട്ട ചിന്ത നമ്മുടെ കൽബിലേക്ക് വരാനേ പാടില്ല. അത് അള്ളാഹുവിനോട് ദേഷ്യപ്പെടുകയാണ്. പിന്നീട് നാം എത്ര ഇബാദത്തെടുത്താലും എത്ര നന്മകൾ ചെയ്താലും ഒരിക്കലും റബ്ബിഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിന് എന്താണ് ഇഷ്ടം? അതേ അവൻ്റെ അടിമകളെ ഉയർച്ച കണ്ട് നാം ഇങ്ങനെ സന്തോഷിക്കുക, നമ്മുടെ കൂട്ടുകാരുടെ ഉയർച്ച കണ്ട് നാം ഇങ്ങനെ സന്തോഷിക്കുക, അവനിക്ക് ഇനി ഉയർച്ച നീ നൽകണേ എന്ന് ദുആ ചെയ്യുക. അതാണ് നമ്മുടെ സന്തോഷമെങ്കിൽ റബ്ബ് നമുക്ക് ധാരാളം സന്തോഷങ്ങൾ അള്ളാഹു ഇറക്കിത്തരും, ധാരാളം നിഅ്മത്തുകൾ എന്ന ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഒരു മുഅ്മിൻ, ഒരു നല്ല അടിമയുടെ സ്വഭാവമെന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഒരു ഹാസിദിനുണ്ടാകുന്ന ഈ 4-5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എല്ലാ ഹസദിനെ തൊട്ട് വിട്ടു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.